നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ഒക്ടോബർ മാസം 11-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സുപ്രീം കോടതിയിൽ നിന്നും വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. അതായത് കച്ചവട സ്ഥാപനങ്ങളുടെ ചരക്ക് വിതരണ വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കാൻ ചുമട്ട് തൊഴിലാളിക്കല്ല, അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ അവകാശം നൽകുന്നതാണ് പുതിയ തീരുമാനം. ജീവനക്കാർക്ക് ചരക്കിറക്കാൻ അനുമതി നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചു. ഓരോ പ്രദേശത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ വിതരണവും ചരക്കിറക്കും അതാത് പ്രദേശങ്ങളിലെ ചുമട്ട് തൊഴിലാളികൾക്കാണെന്ന ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത്. 2016 ജീവനക്കാരെ കൊണ്ട് ചുമടിറക്കാൻ അനുവദിക്കാതെ തൊഴിലാളി യൂണിയൻ ഇടപെട്ട വിഷയത്തിന്റെ തർക്കമാണ് സുപ്രീം കോടതി വരെ എത്തിയത്. മാത്രമല്ല, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ തലവേദനയായി മാറിയ നോക്കുകൂലി വിഷയത്തിനും ഇതോടെ അന്ത്യമാകുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ 1 ലക്ഷത്തോളം ജീവനക്കാരാണ് ചരക്കു വിതരണവും ലോഡിംഗ് ജോലികളുമായി ഉള്ളത്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വീടുകൾക്ക് കെട്ടിട നികുതിയിൽ ഇളവ് നൽകാൻ സർക്കാർ. വർഷം 5% ഇളവ് നൽകാനാണ് സർക്കാർ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകി. ഇളവ് കിട്ടാൻ വീട്ടുടമ ഹരിതമിത്രം അല്ലെങ്കിൽ കെ സ്മാർട്ട് ആപ്പ് വഴി അപേക്ഷ നൽകണം. ഉപയോഗിക്കുന്ന സംവിധാനം എന്തെന്നും അറിയിക്കണം. ശുചിത്വ മിഷൻ അംഗീകരിച്ചിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ച് പ്രവർത്തിക്കുന്നവർക്കാണ് ഇളവ്. 23 ഉപാധികളാണ് അംഗീകരിച്ചിട്ടുള്ളത്. വാർഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ അന്വേഷിച്ച് സംവിധാനം പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി റിപ്പോർട്ട് നൽകണം. ഇത് പരിഗണിച്ച് 1 വർഷം നികുതി ഇളവ് നൽകും. പ്രവർത്തനം പരിശോധിച്ച് തുടർന്നുള്ള വർഷങ്ങളിലും ഇളവ് അനുവദിക്കാം. കേരളത്തിൽ 26% വീടുകളിൽ മാത്രമാണ് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ളതെന്ന് കുടുംബശ്രീ സർവേയിൽ കണ്ടെത്തിയിരുന്നു. എല്ലാ വീടുകളിലും ഘട്ടം ഘട്ടമായി ഇത് ഉറപ്പാക്കാനാണ് സർക്കാരിൻ്റെ നടപടി. അംഗീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇനി പറയുന്നവയാണ്: വെർമി കമ്പോസ്റ്റിംഗ്, റിംഗ് കമ്പോസ്റ്റിംഗ്, മൺകല കമ്പോസ്റ്റിംഗ്, ബയോ പെഡസ്റ്റൽ യൂണിറ്റ്, മോസ് പിറ്റ്, മുച്ചട്ടി ബിൻ, പോർട്ടബിൾ ബയോബിൾ യൂണിറ്റ്, മിനി ബയോ പെഡസ്റ്റൽ, പോർട്ടബിൾ HDPE അല്ലെങ്കിൽ ബക്കറ്റ് കമ്പോസ്റ്റിംഗ്, കുഴി കമ്പോസ്റ്റിംഗ്, പൈപ്പ് കമ്പോസ്റ്റിംഗ്, കിച്ചൺ ബിൻ, ബയോ കമ്പോസ്റ്റർ ബിൻ, അതുപോലെ തന്നെ GBN3 ബിൻ, GB2 ബിൻ, വി കമ്പോസ്റ്റർ, സ്മാർട്ട് ബയോ ബിൻ, ബൊക്കാഷി ബക്കറ്റ്, വെർമിയോൺ കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്, കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ, ഓർഗാനിക് കമ്പോസ്റ്റിംഗ് ബിൻ, പോർട്ടബിൾ ബയോഗ്യാസ് യൂണിറ്റ്, കൊതുക് ശല്യമില്ലാത്ത ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയാണ്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ടോൾ ബൂത്തുകളിൽ ഫാസ്ടാഗ് ഉപയോഗിച്ച് ടോൾ നൽകാത്തവർക്ക് ചുമത്തുന്ന പിഴയിൽ ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുതിയ ഉത്തരവ് പുറത്തിറക്കി. UPI വഴി ടോൾ നൽകുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഇളവ് ലഭിക്കുകയുള്ളൂ എന്നും ഹൈവേ മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. UPI ഉപയോഗം വർദ്ധിപ്പിക്കാനാണ് ഈ ഒരു തീരുമാനം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ടോൾ നിരക്കിൻ്റെ 1.25 മടങ്ങ് മാത്രം പിഴ ഇനത്തിൽ UPI വഴി ഇടപാട് നടത്തുന്നവർ നൽകിയാൽ മതി. അതായത് ഫാസ്ടാഗ് ഉപയോഗിച്ച് 100 രൂപ ടോൾ നൽകുന്ന റോഡുകളിൽ ഫാസ്ടാഗ് ഇല്ലാതെ UPI വഴി ടോൾ നൽകുന്നവർ 1.25 മടങ്ങ്, അതായത് 125 രൂപ നൽകിയാൽ മതിയാകും. നേരത്തെ ഇത് ടോൾ നിരക്കിൻ്റെ ഇരട്ടിയായിരുന്നു. പുതിയ ഈ ഒരു നീക്കം നവംബർ 15 മുതൽ രാജ്യത്ത് നിലവിൽ വരുമെന്നും ഹൈവേ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, ദീപാവലിയോടനുബന്ധിച്ച് 1 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയും ചേർത്ത് 3200 രൂപ ഈ ഒരു ദീപാവലിക്ക് മുൻപായി ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുക്കുകയാണ്. അപ്പോൾ ഇതിനോടൊക്കെ അനുബന്ധിച്ച് കുടിശ്ശിക വിതരണം നൽകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അങ്ങനെ ആകുമ്പോൾ 3200 രൂപ ഓരോ ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുന്നതാണ്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.